എടീ ഗാഥ, ഇപ്പൊ നീ എന്നോട് പറയണം ഐ ലവ് യു എന്ന്. അല്ലെങ്കിൽ ഞാൻ എം ഡിയോട് പറയും, എം ഡി തൂങ്ങും, കമ്പനി പൂട്ടും, നിന്റെ ജോലി പോവും. അയ്യോ ഞാൻ പറയാം. എങ്കിലേ എന്നോട് പറ ഐ ലവ് യു എന്ന്. എന്താണ് ഐ ലവ് യു? കെട്ടിപ്പിടിച്ച് പറ ഐ ലവ് യു. അമ്മച്ചി ഫ്രഷ് സാധനം. നല്ല റൊമാൻറ്റിക് ആയിട്ട് പറ ഐ ലവ് യു. ഐ ലവ് യു. എന്താണ് ഐ ലവ് യു? എടാ പൊതുശല്യം പോയിരിക്കടാ. എങ്കിലേ നോയിക്കോ, എന്നോട് പറ ഐ ലവ് യു എന്ന്. അത് കെട്ടിയതാട്ടോ. ഐ ലവ് യു. അയ്യോ, കല്യാണം കഴിഞ്ഞിട്ട് 5 മാസമായി ഐ ലവ് യു. ഇങ്ങനെയാണ് ഐ ലവ് യു എന്ന് പറയണം. മക്കളെ എണീച്ചോ. എങ്കിലേ എന്നോട് പറ ഐ ലവ് യു എന്ന്. ഐ ലവ് യു. പിള്ളപ്പാവം കിട്ടും. മാറി അവിടെ പോയി നമ്മളെ ഇത് പറ്റിയതല്ലേ. എങ്കിലേ എന്നോട് പറ ഐ ലവ് യു എന്ന്. ഐ ലവ് യു. ഒരു പറയുമ്പോൾ ഒരു സുഖം വേണം. ഐ ലവ് യു. ശരിയായില്ല. എടാ ഒന്ന് പോയി ഇരിടാ അവിടെ. ഐ ലവ് യു എന്ന് പറഞ്ഞാൽ മതിയോ? ഇതെങ്ങനെ ഇത് നിങ്ങളുടെ സ്കിറ്റ് മാത്രം ഇവിടെ ഒറ്റ പെങ്കൊച്ചുങ്ങളെയും വെറുതെ വിട്ടിട്ടില്ലല്ലോ. എല്ലാവരും ഞാൻ ഇതൊരു കൂട്ടായ്മയുടെ കൂട്ടായ്മയാണ് കുഴപ്പമില്ല. അല്ലെ നമ്മളെ ചോദിച്ചു മനസ്സിലാക്കണം. മക്കളെണിച്ചോ. എങ്കിലേ എന്നോട് പറ ഇറങ്ങിപ്പോനാണോ? ഐ ലവ് യു. പിള്ളപ്പാവം കിട്ടും. വേണ്ട പോയി. എനിക്ക് പറ്റിയാരുമില്ലല്ലോ. സുഖം വേണം. ഐ ലവ് യു എന്ന് പറയുമ്പോ അതിനൊരു സുഖം വേണം. സുഖം വേണമെങ്കിൽ ഐ ലവ് യു എന്ന് പറയുമ്പോ ചെന്ന് പറ. നീ ചെന്ന് പറ. കവലയൂർ മോഹൻലാലിന്റെ അടുത്ത്. എങ്കിലേ എന്നോട് പറ ഐ ലവ് യു എന്ന്. എടാവേ ഈ സ്കിറ്റം കളിച്ചോളായിരുന്നു. ലക്ഷ്മി അവനെ വിടരുത്. ബാക്കി കളിച്ചിട്ടു. ക്ലൈമാക്സ് ഇനി അവർ രണ്ടുപേരും ഇങ്ങനെ പറയണമെന്നല്ലേ എന്നോട് പറഞ്ഞേ. ബാക്കി അല്ല, ബാക്കി ട്രാഫിക്കിൽ വെച്ച് മോഹൻലാൽ വേറെ വഴിക്ക് പോകും. ഗാഥയെ തിക്കുറിശി കൊണ്ടുപോകും. ബാക്കി ഡയലോഗ് പറയാം. തിക്കുറിശി കൊണ്ടുപോകുന്നു. ഈ സ്കിറ്റ് ലക്ഷ്മി ചേച്ചി തിക്കുറിശി കൊണ്ടുപോകുന്ന ഡയലോഗ് ക്ലൈമാക്സ് നമ്മൾ പറഞ്ഞ നേരത്തെ. ബാക്കി അതല്ല ഞാനാന്ന് തോന്നുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച എനിക്ക് കിട്ടി. അല്ല നമ്മള് പോകുമ്പോ നീ പിടി. വെറുതെ അല്ല, തിക്കുറിശി കൊണ്ടുപോകും. ഞാൻ അങ്ങോട്ട് പോകും. അതെ, ചേട്ടൻ സ്ക്രിപ്റ്റ് എഴുതാൻ ബാക്കി മറന്നുപോയി. അപ്പൊ എന്റെ തലയിൽ വെറുതെ നൈസ് ഇട്ടിട്ടിരിക്കുക. മോൾ എന്റെ കൂടെ വരുന്നോ? അവൻ വരുമെന്ന് പോകുന്നില്ല. അവന്റെ സ്കിറ്റ് പൊളിഞ്ഞിരിക്കുക. എന്റെ കൂടെ പോലെ